പക്ഷെ ഗാന്ധിജിയുടെ പേരെന്തിനു മാറ്റി? റാം എന്ന് പറയുന്ന നാമധേയത്തെ സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിച്ചും ദുരുപയോഗിച്ചും അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിലായാലും ശരി, സംസ്ഥാന സർക്കാരുകളിലായാലും ശരി, സംഘപരിവാരം ഈ പേരുമാറ്റം തങ്ങളൊരു സ്ഥിരം ഏർപ്പാടാക്കി മാറ്റിയിട്ടുണ്ട്. ഗാന്ധിജിയോടും മറ്റു നേതാക്കളോടുമുള്ള വിരോധം എന്ന് പറയുന്നത് ഇപ്പം തുടങ്ങിയതല്ല, മറിച്ച് സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ സംഘപരിവാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ഈ ദേശീയ നേതൃത്വത്തോടുണ്ടായിരുന്ന വിരോധമായിരുന്നു. ഇന്ത്യയിലെ ദേശീയ തൊഴിലുറപ്പ് നിയമത്തിൻ്റെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയെ പുറത്തു കളഞ്ഞിട്ട് അവിടെ രാമനെ കുത്തിത്തിരികിയത് ഈ സർക്കാരിൻ്റെ സ്ഥിരം കുബുദ്ധികളിൽ ഒന്നായിട്ട് മാത്രം കാണാവുന്നതല്ല. തീർച്ചയായും കേന്ദ്ര സർക്കാരിലായാലും ശരി, സംസ്ഥാന സർക്കാരുകളിലായാലും ശരി, സംഘപരിവാരം ഈ പേരുമാറ്റം തങ്ങളൊരു സ്ഥിരം ഏർപ്പാടാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യങ്ങളുടെ ഭാഗമായിട്ടുള്ള പേരുകൾ മാറ്റിയിട്ട് തങ്ങളുടേതായിട്ടുള്ള പേരുകൾ സ്ഥാപിക്കുന്ന ഒരു രീതി അവർക്കുണ്ട്. ഇന്ത്യൻ പീനൽ കോഡ് അത് തുടങ്ങിയ കാലം മുതൽ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യൻ പീനൽ കോഡ് അതിൻ്റെ പേര് മാറ്റി ഭാരതീയ ന്യായ സംഹിത എന്നൊരു പേര് കൊണ്ടുവന്നു. അലഹബാദ് നഗരം നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായിട്ട് അറിയപ്പെടുന്ന അലഹബാദ് നഗരം അതിൻ്റെ പേര് മാറ്റി പ്രയാഗ്രാജ് എന്നാക്കി. അങ്ങനെ പല സ്ഥലങ്ങളിലും പേരുകൾ മാറ്റുക, ബോർഡുകൾ മാറ്റുക, ആളുകളെ ഇല്ലായ്മ ചെയ്യുക, ഇതൊക്കെ അവരുടെ ഒരു സ്ഥിരം ഏർപ്പാടാണ്. പക്ഷേ ഈ ദേശീയ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് ഗാന്ധിജിയെ മാറ്റിയിട്ട് രാമിനെ കൊണ്ടുവരുന്നത് വഴി കൂടുതൽ ആഴത്തിലുള്ള ചില പ്രക്രിയകൾ അവിടെ സംഭവിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, റാം എന്ന് പറയുന്ന നാമധേയത്തെ സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിച്ചും ദുരുപയോഗിച്ചും അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയുടെ വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റി. റാം എന്ന പ്രതീകത്തെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ജനങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന സ്ഥാനത്തെ അവരില്ലായ്മ ചെയ്തു. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ റാമിൻ്റെ പേരിനെ ദുരുപയോഗം ചെയ്യാനുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ശ്രമം ഇവിടെയും നടക്കുന്നുണ്ട്. പക്ഷേ ഗാന്ധിജിയുടെ പേരെന്തിനു മാറ്റി? ഗാന്ധിജിയുടെ പേര് മാറ്റൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അവർ പിന്തുടർന്നു വരുന്ന ഒരു ആശയം, അതായത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ അവരുടെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്ന ഒരു പക, അത് ഗാന്ധിജിയോടുണ്ടായിരുന്നു, നെഹ്റുവിനോടുണ്ടായിരുന്നു, ടാഗോറിനോടുണ്ടായിരുന്നു. അങ്ങനെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന ഇന്ത്യയുടെ എല്ലാ നേതൃത്വത്തോടും അവർക്കുണ്ടായിരുന്ന ഒരു വിദ്വേഷ മനോഭാവം വളരെ പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു സംഭവ വികാസം കൂടിയാണത്. അതുകൊണ്ട് ഈ പേരുമാറ്റം യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും സംഘപരിവാരവും തമ്മിലുണ്ടായിരുന്ന ബന്ധങ്ങളുടെ, സംഘർഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കാരണം ഗാന്ധിജിയോടും മറ്റു നേതാക്കളോടുമുള്ള വിരോധം എന്ന് പറയുന്നത് ഇപ്പം തുടങ്ങിയതല്ല, മറിച്ച് സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ സംഘപരിവാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ഈ ദേശീയ നേതൃത്വത്തോടുണ്ടായിരുന്ന വിരോധമായിരുന്നു. ഗാന്ധിജിയോട് അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള എതിർപ്പുകളുണ്ടായിരുന്നു, വിരോധമുണ്ടായിരുന്നു. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളടക്കമുള്ള എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു 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 ഏകത്വത്തിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു ദേശീയ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപജ്ഞാതാവ്, അത് ഏറ്റവും പ്രബലനായിട്ടുള്ള വക്താവായിരുന്നു മഹാത്മാഗാന്ധി. അങ്ങനെയുള്ള ഒരു സംവിധാനം തങ്ങളുടെ ഹിന്ദുരാഷ്ട്ര സങ്കല്പത്തിന് എതിരാണ് എന്നറിയുന്നതുകൊണ്ട് ഹിന്ദുരാഷ്ട്ര സങ്കല്പത്തിൻ്റെ ഏറ്റവും വലിയ എതിരാളിയായിട്ട് സവർക്കർ അടക്കമുള്ള ആളുകൾ കണ്ടത് ഗാന്ധിജിയെ തന്നെയായിരുന്നു. സവർക്കറിൻ്റെ അനുയായികളാണ്, സവർക്കറിൻ്റെ ശിഷ്യരാണ് യഥാർത്ഥത്തിൽ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന സംഘമെന്നും ഒരു വസ്തുതയാണ്. തങ്ങൾക്കതിനകത്ത് ഉത്തരവാദിത്തത്തിൽ RSS പറഞ്ഞാലും ഹിന്ദു രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണ് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത്. അതിന് കാരണം ഗാന്ധിജി മുന്നോട്ട് വെച്ച ഇന്ത്യൻ ദേശീയത സങ്കല്പം അവർക്ക് ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല, അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല എന്നുള്ളതാണ്. അത് ഗാന്ധിജിയുടെ ചരമത്തിന് ശേഷം, ഗാന്ധിജിയുടെ വധത്തിന് ശേഷം, ഇന്നും 7 പതിറ്റാണ്ടുകൾക്ക് ശേഷവും തുടരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് അതിൽ കാണുന്നത്. പക്ഷെ അത് ഗാന്ധിജിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇന്ത്യയിൽ കൊളോണിയൽ ആധിപത്യത്തിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യധാര, ആ മുഖ്യധാരയിൽപ്പെട്ട എല്ലാ നേതാക്കളോടും ഈ വിരോധം അവർ കാണിച്ചിട്ടുണ്ട്. നെഹ്റുവിനോടുള്ള വിരോധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് നെഹ്റു എന്ന് പറയുന്ന വ്യക്തിയോടല്ല, നെഹ്റു പ്രതിനിധാനം ചെയ്ത ഇന്ത്യയോടാണ് സംഘപരിവാരത്തിന് വിദ്വേഷം ഉണ്ടായിരുന്നത്. നെഹ്റു ഇതേ ഗാന്ധിയെ പോലെ തന്നെ ഇന്ത്യയിലെ നാനാത്വത്തെ
പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് അതിനകത്ത് ഒരു ഇന്ത്യ എന്ന സങ്കല്പമാണ്. ദ ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, സംഘപരിവാരത്തിൻ്റെ ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിൽ അടിസ്ഥാനമായി ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തിൽ അടിസ്ഥാനമാക്കിയതാണെങ്കിൽ, നേരെ മറിച്ച് ഗാന്ധിജിയും നെഹ്റു അടക്കമുള്ള ആളുകളും ഇന്ത്യയുടെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന, അത് ആദിവാസികളായാലും ശരി, ദളിതുകളായാലും ശരി, പിന്നോക്കക്കാരായാലും ശരി, മുസ്ലിങ്ങളായാലും ശരി, ക്രിസ്ത്യാനികളായാലും ശരി, മറ്റെല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ ഇന്ത്യ എന്ന സങ്കല്പമാണ് ദേശീയ പ്രസ്ഥാനത്തിനുണ്ടായിരുന്നത്. ആ തരത്തിലുള്ള ഒരു ദേശീയ പ്രസ്ഥാനത്തെയാണ് അവർ സങ്കല്പിച്ചത്. അതിനാണ് അവർ നേതൃത്വം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ അവർക്കാണ് പിന്തുണ നൽകിയത്. അന്നൊന്നും സംഘപരിവാരം രംഗത്തില്ല. അതുകൊണ്ട് സംഘപരിവാരത്തിന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ എന്തുകൊണ്ടൊരു സ്ഥാനമില്ലാതെ പോയി, സംഘപരിവാരത്തിൻ്റെ നേതാക്കളാരും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമരത്തിൽ പങ്കെടുക്കാതെ പോയി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ മുദ്രാവാക്യങ്ങളുമായിട്ട്, അതിൻ്റെ മുഖ്യ സങ്കല്പങ്ങളുമായി, അതിൻ്റെ മുഖ്യ ആദർശങ്ങളുമായിട്ട് അവരെന്നും വിയോജിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ദേശീയ നേതൃത്വത്തെക്കാൾ കൊളോണിയൽ അധികാരികളുമായിട്ട് ആണ് അവർ കൂടുതൽ ആഭിമുഖ്യം കാണിച്ചത്. കൊളോണിയൽ അധികാരികളോടുള്ള ബഹുമാനമാണ് അവരൊന്നും പ്രകടിപ്പിച്ചു പോണത്. യഥാർത്ഥത്തിൽ സംഘപരിവാരത്തിൻ്റെ ഏറ്റവും വലിയ തമാശയുള്ള സംഗതിയും അവരെ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരായിട്ട് പോരാടിയിട്ടില്ല. പിന്നീട് നെഹ്റുവിൻ്റെ കാലത്ത് ആണ് അവർ ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ച് ആലോചിച്ചു കൊടുക്കുന്നത്. അത് ഫ്രഞ്ച് കോളനികൾ ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ബാക്കി നിന്നിരുന്നു. പോർച്ചുഗീസ് കോളനി ഗോവ ഇന്ത്യയിൽ നിന്നിരുന്നു. അപ്പോൾ ഗോവയിലും അതുപോലുള്ള സ്ഥലങ്ങളും പോയിട്ടാണ് അവർ സമരം നടത്തിയത്. തങ്ങളുടെ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ള സമരങ്ങൾ മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ഗവർണർ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് എത്രയോ ആളുകളുണ്ട്, സമരത്തിൽ പങ്കെടുത്ത ആളുകളുണ്ട്, പ്രക്ഷോഭങ്ങൾ പങ്കെടുത്ത ആളുകളുണ്ട്, രക്തസാക്ഷികളായിട്ടുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഗോവ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ മാത്രം വിളിച്ചു ചേർത്തിട്ട് ഗവർണറുടെ ലോക് ഭവനിൽ അവർക്ക് സദ്യ കൊടുത്തു, അവർക്ക് ബഹുമതി കൊടുത്തു. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യൻ ദേശീയതയിലുള്ള അകൽച്ചയാണ്. ഇന്ത്യൻ ദേശീയതയിൽ അവർക്ക് കാര്യമായ സംഭാവനയില്ലാത്തതുകൊണ്ട് പിന്നെ ഉള്ളത് ഗോവയാണ്, ഗോവയെങ്കിൽ ഗോവ എന്ന മട്ടിലുള്ള ഈ പ്രവർത്തനം. ഇതിൻ്റെ മറ്റൊരു, നെഹ്റുവിനോടുള്ള അവരുടെ വിരോധം വളരെ വ്യക്തമാണ്. അതേപോലെ തന്നെ ടാഗോറും ഇന്ന് അവരുടെ കണ്ണിലെ കരടായി മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള സംഗതിയാണ്. പക്ഷെ ഇതൊരു വസ്തുതയാണ്. കാരണം ടാഗോറിന് നേരെ വന്ദേ ഭാരതത്തിൻ്റെ പേരിൽ വന്ദേ ഭാരതത്തിൻ്റെ കഷ്ണം മുറിച്ചു കളഞ്ഞു, അദ്ദേഹത്തിൻ്റെ വാല് മുറിച്ചു കളഞ്ഞു എന്ന മട്ടിലുള്ള പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നടത്തിയ ആരോപണം പാർലമെൻറ്റിൽ, അതിൻ്റെ പേരിൽ ഏതാണ്ട് 10-12 മണിക്കൂറാണ് ഇവർ ചർച്ച ചെയ്തിരിക്കുന്നത്. വന്ദേ ഭാരതത്തിൻ്റെ 150-ാം വാർഷിക സമയത്ത് പാർലമെൻറ്റ് ചർച്ച ചെയ്യേണ്ടത് വന്ദേ ഭാരതത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചല്ല, മറിച്ച് വന്ദേ ഭാരതത്തിൻ്റെ വാല് കട്ട് ചെയ്തു എന്ന ആരോപണമാണ്. ഈ കട്ട് ചെയ്ത ആൾ സത്യത്തിൽ ടാഗോറാണ്, രവീന്ദ്രനാഥ് ടാഗോറാണ് പറഞ്ഞത്. ഈ ഗാനം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ വ്യത്യസ്ത സമൂഹങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം മാതാവിനെ ദൈവമായിട്ട് സങ്കല്പിക്കുന്നത് ഏകദൈവ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വന്ദേ ഭാരതത്തിൻ്റെ ആദ്യത്തെ 2 സ്റ്റാൻസ മതി എന്ന് പറഞ്ഞത് ടാഗോറാണ്. അപ്പോൾ ടാഗോറിനോടുള്ള വിരോധവും സത്യത്തിൽ അവരെ നയിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം. നമ്മൾ എത്തിച്ചേരുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത്, ദേശീയ സമരകാലം മുതൽ ഇന്ന് വരെ കൊളോണിയൽ ഭരണാധികാരികൾ ഇന്ത്യയെ ചൂഷണം ചെയ്ത, ഇന്ത്യയെ നശിപ്പിച്ച ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റ് ഭരണാധികാരികളോടുള്ളതിനേക്കാൾ കൂടുതൽ വിരോധവും വെറുപ്പും അതിനെതിരായിട്ട് സമരം ചെയ്ത ഇന്ത്യൻ ദേശീയ നേതാക്കളോട് അന്നും അവർ പുലർത്തുന്നുണ്ട്, ഇന്നും അവർ പുലർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ദേശീയ തൊഴിലുറപ്പ് നയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര രംഗത്ത് തന്നെ, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യക്ക് ഏറ്റവും അഭിമാനജനകമായിട്ടുള്ള ഒരു നിയമ നടപടി എന്ന് പറയുന്നത്, ഒരു നിയമസംഹിത എന്ന് പറയുന്നത്, ഒരു നിയമനിർമ്മാണം എന്ന് പറയുന്നത് ഈ ദേശീയ തൊഴിലുറപ്പ് നിയമമാണ്. കാരണം കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര പ്രശസ്തരായിട്ടുള്ള നിരവധി ഇക്കോണമിസ്റ്റുകൾ, ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് അടക്കമുള്ള, തോമസ് പിക്കറ്റി അടക്കമുള്ള ലോകമെങ്ങും അറിയപ്പെടുന്ന ഇക്കോണമിസ്റ്റുകൾ ഒരു പ്രസ്താവന ഇറക്കി. അവർ പറഞ്ഞത് ഈ നിയമത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളിൽ നിന്ന് ഇന്ത്യ ഗവൺമെൻറ് പിന്തിരിയണം എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ലോകത്താദ്യമായിട്ടാണ് ജനങ്ങളുടെ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ജനങ്ങളുടെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഒരു ഡിമാൻഡ് ഡ്രിവൺ ലെജിസ്ലേഷൻ അഗൈൻസ്റ്റ് പോവർട്ടി. അതാണ് പോവർട്ടി ഇല്ലായ്മ ചെയ്യാനായിട്ട് ഡിമാൻഡ് ഡ്രിവൺ ആയിട്ടുള്ള, എത്ര പേർക്ക് തൊഴിൽ വേണോ അത്രയും പേർക്ക് തൊഴിൽ എന്ന തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം ലോകത്ത് തന്നെ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഇന്ത്യയാണ്.
ഇപ്പോൾ അതിനെ മാറ്റി സപ്ലൈ ഡ്രിവൺ ലെജിസ്ലേഷൻ. സർക്കാർ ഇത്ര ഫണ്ട് തരും, ആ ഫണ്ടിനനുസരിച്ച് തൊഴിൽ കൊടുത്തോളുക എന്ന് മട്ടില്ല. അതെല്ലാ സർക്കാർ പരിപാടികളും അങ്ങനെയാണ്. അപ്പോൾ ആ തരത്തിൽ വീണ്ടും പരമ്പരാഗതമായ കൊളോണിയൽ ആധിപത്യകാലം മുതൽ നമ്മൾ കണ്ടിരിക്കുന്ന ബ്യൂറോക്രസിയുടെ അടിസ്ഥാനത്തിലുള്ള, ബ്യൂറോക്രസി തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിയമനിർമ്മാണമാക്കി അതിനെ മാറ്റി, അതിൻ്റെ അലകും പിടിയും മാറ്റിയത് വഴി ഗാന്ധിജിയെ നിഷ്കാസനം ചെയ്യുക മാത്രമല്ല, രാമൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ജനങ്ങൾ വലിയ ബഹുമാനത്തോടു കൂടി കാണുന്ന രാമരാജ്യ സങ്കല്പത്തെ തന്നെ യഥാർത്ഥത്തിൽ അവമതിക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയിലെ ജനങ്ങൾ ഈ കാര്യങ്ങളെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ കാണുകയും ഈ സാമൂഹിക വിഭജനത്തിൻ്റെ രാഷ്ട്രീയത്തെ തിരസ്കരിക്കുകയും ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്.